മാറാത്തവനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം കൃത്യമായിട്ട് കേൾക്കുവാൻ കഴിയുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ലൈവിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും കർത്തൃഹൃദയന്മാർ സൗണ്ട് കൃത്യമായിട്ട് ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയിക്കുക. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അസാധാരണമായ ചില പ്രവൃത്തികൾക്ക് നാം തുടക്കം കുറിക്കുവാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ തുടക്കത്തിൽ ദൂത് പറഞ്ഞാൽ അത് എത്ര പേർ ഇന്ന് രാത്രികാലം ഏറ്റെടുക്കും? മരുഭൂമിയിലെ ദൈവസഭയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം ഇന്ന് രാത്രി ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ മർമ്മത്തെ വിളിച്ചു പറയുവാൻ സ്വർഗം എനിക്ക് തന്ന നല്ല പദവി ഓർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പൈശാചിക മണ്ഡലങ്ങൾ, കോട്ടകൾ ഇന്ന് രാത്രി തകരുവാൻ പോകുകയാണ്. ദൈവസഭ പൂർണ്ണമായും ജയിച്ചുകൊണ്ട് അതിൻ്റെ മേൽ ഹല്ലേലൂയ ജയോത്സവം കൊണ്ടാടുവാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ആമേൻ പറയും? ഹല്ലേലൂയ. പൈശാചിക തലങ്ങൾ, ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി അടിയറവ് പറയുവാൻ പോകുകയാണ്. ദൈവസഭ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാറാത്തവനെ, മതിയായവനെ, മഹോന്നതനെ, സ്തുതി നിനക്ക്. മാറാത്തവനെ, മതിയായവനെ, മഹോന്നതനെ, സ്തുതി നിനക്ക്. ഈ പാരിടത്തിൽ നിൻ പാദം മതി, നിൻ ക്രൂശു മതി ഈ ഏഴകൾക്ക്. ഈ പാരിടത്തിൽ നിൻ പാദം മതി, നിൻ ക്രൂശു മതി നീ ഏഴകൾക്ക്. മാറാത്തവനെ, മതിയായവനെ, മഹോന്നതനെ, സ്തുതി നിനക്ക്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 12 ദിവസമായിട്ട് മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയത്തെ ആസ്പദമാക്കി പല സോഷ്യൽ മീഡിയയിലൂടെ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിന്റെ കീഴിൽ ദൈവവചനത്തിന്റെ ഒരു പരമ്പര നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ഒരു പ്രത്യേക ആലോചന, ആ ആലോചനയെ ഞാൻ പ്രാർത്ഥിച്ച് പല ദൈവദാസന്മാരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ആ വിഷയത്തിന്മേൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈകോർക്കുവാൻ ഇടയായിത്തീർന്നു. മരുഭൂമിയിലെ ദൈവസഭ എന്നുള്ളത് ഒരു പേര് മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവിക മർമ്മങ്ങളുടെ ചില രഹസ്യങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഒരു ടൈറ്റിൽ രൂപത്തിൽ മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയം കേന്ദ്രീകരിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. അതിന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആദ്യം സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിലാണ്. എൻ്റെ പിതാവാം ദൈവം, പുത്രനാം യേശു, പരിശുദ്ധാത്മാവ്, ഇവരുടെ 3 പേരുടെയും സംയോജനവും ഇടപെടലുകളുമാണ് ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ ദേശത്ത് ഏറ്റവും ശക്തമായിട്ട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ലോകത്തിന്റെ 5 വൻകരകൾക്കകത്ത് ഏറ്റവും ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന
ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തൃദാസ ഈ വചനത്തെ അല്ലെങ്കിൽ ഈ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വെളിപ്പാടുകളെ കഴിഞ്ഞ 12 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ദൈവനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. തുടക്കം മുതൽ അവസാനം വരെയും ശക്തന്മാരായ ദൈവദാസന്മാർ ഈ വിഷയത്തെ ആസ്പദമാക്കി വളരെ ശക്തമായിട്ടും ദൈവവചനം സംസാരിക്കാൻ ഇടയായി തീർന്നിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 8:30 മണിക്ക് ഈ ലൈവിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ കൃത്യമായിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ 8:30 മണി ആകാൻ 1 മിനിറ്റ് ഉള്ളപ്പോൾ 7 മാസം കൊണ്ട് പോകാത്ത കറണ്ടിന്റെ വിയോഗം ഇവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് 10 മിനിറ്റ് താമസിച്ച് ലൈവിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. ലൈവിലേക്ക് വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ദൈവനാമത്തിൽ, ദൈവദാസന്മാരെയും വിശ്വാസികളെയും എൻ്റെ കൂട്ടു സഹോദരങ്ങളെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസം ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച സകല ദൈവദാസന്മാരെയും, കുടുംബത്തെയും, സഭയെയും, അവരുടെ പ്രവർത്തനങ്ങളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞാൻ ഈ സമയത്തെ വിനിയോഗിക്കുകയാണ്. ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, ഈ മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയത്തിൽ ഇടപെട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാവരോടും ഞാൻ ദൈവനാമത്തിലുള്ള നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അജി ബ്രദറിനോട്, മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിന്റെ സ്ഥാപകനായിരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനെ ഞാൻ നന്ദിയോട് സ്മരിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും ദൈവത്തിനാണ്. എങ്കിലും ഈ ലോകത്തിൽ നമ്മൾ ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കും നാം നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ ദൈവദാസന്മാരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വീക്ഷിക്കുന്ന സകല ജനത്തെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ലഭിച്ച ചില വെളിപ്പാടുകളെ അല്പനേരം കൊണ്ട് ദൈവവചനത്തിലൂടെ വിളിച്ചു പറയുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും പരാജയം പിശാചിനാണ്. ദൈവസഭയ്ക്ക് എപ്പോഴും ജയം മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. ദൈവസഭ ഒരു പരാജയമല്ല. മരുഭൂമിയിലെ ദൈവസഭ ഒരു പരാജയമല്ല, വിജയമാണ്. ഹല്ലേലൂയ. കാരണം പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ, എൻ്റെ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒളിച്ചിരുന്ന മർമ്മത്തെ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ മർമ്മം നമ്മുടെ നസ്രത്തുകാരനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അവൻ എന്തായി മാറി? നിഴലായി മാറി. പുതിയ നിയമത്തിൽ അവൻ പൊരുളായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിഴലായി നിൽക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ പൊരുളായി അവൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു. അതാണ് യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ അകത്ത് പരാജയത്തിന്റെ കയ്പ് നിർപിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, മരുഭൂമിയുടെ അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, നിശ്ചയമായും ഈ വചനം നിങ്ങളെ ഉത്സാഹിപ്പിക്കും. ഈ വചനം നിങ്ങളെ ആത്മീയ ഗുണീകരണത്തിന് കാരണമായി തീരും. ഈ വചനം നിങ്ങളെ ദൈവിക വചനത്തിൽ നടത്തുവാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. സഭ ഒരിക്കലും പരാജയമല്ല, സഭ വിജയമാണ്. ഹല്ലേലൂയ. സഭ ഞാനും നിങ്ങളുമാണ്. സ്തോത്രം. ദൈവസഭ ഞാനും നിങ്ങളുമാണ്. ആ സഭയുടെ തല ക്രിസ്തുവാണെങ്കിൽ ആ സഭയുടെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും ഒരിക്കലും പരാജയമല്ല, നാം ഓരോരുത്തരും ജയമാണ്. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ അസൂയയില്ലാത്തവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അസൂയയില്ലാത്തവർ ആമേൻ പറഞ്ഞാട്ടെ. ആര് പ്രസംഗിച്ചാലും നമ്മുടെ യേശു ക്രിസ്തുവിനെ ഉയർത്തണം. ഹല്ലേലൂയ. ക്രൂശിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ സകല കെട്ടുകളും അഴിയുന്നത് ക്രൂശിന്റെ മറവിലാണെന്നുള്ളത് ദൈവസഭ ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം തന്നൊരു ദർശനത്തെ, ദൈവം തന്നൊരു വെളിപ്പാടിനെ ഞാൻ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി പൈശാചിക മണ്ഡലത്തിന്റെ ചില തേർവാഴ്ചകൾ ഉണ്ടാകുവാൻ ഇടയായി. പക്ഷെ അവിടെ എല്ലാം ഞാൻ ഫൈറ്റ് ചെയ്ത് അല്പസമയത്ത് വരെ
ദൈവത്തിന്റെ കൃപയാലത്രേ. കാരണം ദർശനം ഉള്ളവന്റെ മുമ്പിലാണ് പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചുവിടുന്നത്. ഹല്ലേലൂയ. വെറുതെ നിൽക്കുന്ന ഒരു മാവിൽ, ഹല്ലേലൂയ, ഫലമില്ലാത്ത ഒരു മാവിൽ കല്ലെറിയാൻ ആരും തയ്യാറാകത്തില്ല. പക്ഷെ ഫലമുള്ള മാവിലേക്ക് കല്ലെറിയുവാൻ, ഹല്ലേലൂയ, പലരും തയ്യാറാകും. കാരണം അതിൽ ഫലമുള്ളത് കൊണ്ടാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ ഇന്ന് രാത്രിയിലും ഭൂജാതനായത്. അതുകൊണ്ട് ഈ മരുഭൂമിയിലെ ദൈവസഭയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് ദൈവനാമത്തിൽ നിർത്തുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ആരും പരാജയത്തിന്റെ കൈപ്പിന് ഇനി കുടിക്കത്തില്ല. ഈ ലോകത്തിൽ വന്നിരിക്കുന്ന സകല മഹാമാരിയും മഹാവ്യാധിയും മഹാവൈറസ് ഒന്നും ഒരു ദൈവസഭയെ തൊടുത്തില്ല. കാരണം പരിപൂർണമായ സമ്പൂർണമായ വിജയം ദൈവസഭയ്ക്ക് അകത്താണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ നോക്കിയല്ല നാം ഓടുന്നത്, നാം ക്രിസ്തുവിനെ നോക്കിയാണ് ഓടുന്നത്, ക്രൂശിനെ നോക്കിയാണ് ഓടുന്നത്. അങ്ങനെയെങ്കിൽ ആ ക്രൂശ് നമുക്ക് ഒരിക്കലും പരാജയം തരത്തില്ല, മാത്രമേ തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശാന്തമായി നിങ്ങളോട് പറഞ്ഞ് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തന്ന ഒരു വെളിപ്പാടിനനുസരിച്ച് മരുഭൂമിയിലെ സഭ എന്ന വിഷയത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കാരണം ദൈവത്തിന്റെ സഭ ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ, ഹല്ലേലൂയ, ആ സഭയെ തകർക്കുവാൻ പിശാച് സകലമായ ആയുധങ്ങളും എടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏദേൻ പൂങ്കാവനത്തിൽ തുടങ്ങിയതാണ് സഭയെ തകർക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ തേർവാഴ്ച. ഹല്ലേലൂയ. സഭ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടി വരുന്നതാണ് സഭ എന്ന് പുതിയ നിയമവിശ്വാസിയായ നാം ഓരോരുത്തരും വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏദേൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദാം, ഹല്ലേലൂയ, അവന്റെ വാരിയലിൽ നിന്നും അവനൊരു തക്ക തുണയെ ദൈവം ഉരുവാക്കി കൊടുത്തു. അത് ഹൗവ എന്ന പേരിട്ടോ. അങ്ങനെ ആദാമും ഹൗവയെയും പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ സഭയാകുന്ന അവയവങ്ങളെ അവിടെ സ്ഥാപിക്കുവാൻ ഇടയായി തീർന്നു. വെയിലാറുന്ന സമയത്ത് ദൈവം തന്റെ ദാസനായ, തന്റെ മകനായ ആദാമിനോട് സംസാരിക്കുവാനായി ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവിടെ ഒരു സഭാവരവുണ്ടായിരുന്നു. സ്തോത്രം. പഴയ നിയമത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു നിഴലായിരുന്നു, ഒരു ഗ്യാതറിംഗ് ആയിരുന്നു, ഒരു കൂടിവരവായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ സഭ ഗ്യാതറിംഗ് അല്ല, അത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായതാണ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയാം. പഴയ നിയമത്തിൽ ദൈവം ആദാമിനോടും ഹവ്വയോടും കൂടി കൂട്ടായ്മ ആചരിക്കുന്നു എങ്കിലും ആ ഏദേൻ പൂങ്കാവനത്തിൽ നടന്ന സഭയുടെ ഒരു കൂടിവര ആണെങ്കിൽ പോലും അതിൽ നിന്നും ഒരു നിഴലായി, അല്ലെങ്കിൽ അതൊരു കൂടിവരവായി, ഒരു കൂട്ടായ്മയായി മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ് സഭ കേന്ദ്രീകൃതമായിരിക്കുന്നത്. ക്രിസ്തുവിലൂടെയാണ് സഭ മുന്നോട്ട് പോകുന്നത്. മരുഭൂമിയുടെ അവസ്ഥകൾക്കകത്ത് നിൽക്കുന്ന സഭയും പുതിയ നിയമസഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമസഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നിഴൽ മാത്രമാണ് വെളിപ്പെട്ടത്. പക്ഷെ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തിന്റെ പൊരുളായ ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായും സഭയെ പല വ്യാകരണങ്ങൾ കൊടുത്ത് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭ പല വിധത്തിലുള്ള ഒരു ക്രൈസിസിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. സഭ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ, ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നു വരെയും സഭയ്ക്ക് പീഡനമുണ്ട്, സഭയ്ക്ക് കഷ്ടതയുണ്ട്, സഭയ്ക്ക് പ്രതികൂലമുണ്ട്, ദൈവസഭയ്ക്കകത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഓവർകം ചെയ്യുന്നത് ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമാണ്. ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ദൈവസഭ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളം പോലെ ആഞ്ഞടിച്ചിട്ടും നാം തകരാതിരിക്കുന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം ഈ ദൈവത്തിന്റെ ആ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇവിടെ സഭയെ വളരെ വ്യക്തമായും തിരുവചനത്തിൽ പറയുന്നു, സഭ ഒരു കുടുംബമാണെന്ന്. സ്തോത്രം. എഫെസ്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 14
സഭ ഒരു കുടുംബമാണെന്ന്. എനിക്ക് സമയം മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോകുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് വ്യക്തമായിട്ടും പിന്നീട് പഠിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ വചനത്തിന് ആധികാരികമായി അത് കോട്ട് ചെയ്ത് പറയുന്നത്. സഭ ഒരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭ ഒരു കൂട്ടായ്മയാണ്. സ്തോത്രം. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാം വാക്യം മുതൽ 45-ഉം 1 യോഹന്നാൻ 1-3 വാക്യങ്ങൾ പറയുന്നു സഭ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടായ്മയാണ്. കൂട്ടായ്മ വേറെ, കൂടിവരവ് വേറെ. സ്തോത്രം. കൂട്ടായ്മ വേറെ, കൂടിവരവ് വേറെ. അതുപോലെ സഭ ഒരു കൂട്ടായ്മയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു സഭ ഒരു കുടുംബമാണ്. 2, ഞാൻ ആവർത്തിച്ചു പറയുന്നു സഭ ഒരു കൂട്ടായ്മയാണ്. 3, സഭ ഒരു ശരീരമാണ്. ഹല്ലേലൂയ. അന്യോന്യം ദയ കാട്ടി അലിവ് തോന്നുന്ന ഒരു സഭയാണ്. സഭ ഒരു ശരീരമാണ്. 1 കൊരിന്ത്യർ 12 മുതൽ 27 വരെയും എഫെസ്യർ 4:16 വാക്യവും എഫെസ്യർ 5:30 പറയുന്നു സഭ ഒരു ശരീരമാണ്. നാം ആ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. കാരണം ക്രിസ്തു ഒരു തലയാകുന്നു, സഭ ഒരു തലയാകുന്നു. കാരണം കൊലോസ്യർ 1:18 പറയുന്നു സഭ ആ തലയാകുന്ന ക്രിസ്തുവാകുന്നു. അങ്ങനെയെങ്കിൽ ആ തലയാകുന്ന ക്രിസ്തുവിന്റെ അവയവങ്ങളായിരിക്കുന്ന നാം സഭയുടെ ഒരു ശരീരമാണ്. 4 പറയുന്നു സഭ ഒരു വീടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. 1, സഭ ഒരു കുടുംബമാണ്. 2, സഭ ഒരു കൂട്ടായ്മയാണ്. 3, സഭ ഒരു ശരീരമാണ്. 4, സഭ ഒരു വീടാണ്. സന്തോഷത്തോടും താഴ്മയോടും കൂടി മറ്റുള്ളവരെ ബഹുമാനിച്ച് ആ ഭവനത്തെ നല്ലതുപോലെ ചമയ്ക്കുന്നതാണ് ഒരു ദൈവസഭയുടെ ഹല്ലേലൂയ ക്വാളിറ്റി. ഹല്ലേലൂയ. സഭ ഒരു ഭവനമാണ്. കാരണം എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭ ഒരു ഭവനമാണെന്നും ഒരു വീടാണെന്നും വളരെ വ്യക്തമായും വിളിച്ചു പറയുന്നു. 5 പറയുന്നു സഭ ഒരു സ്കൂളാണ്. ഹല്ലേലൂയ. ഒരു പാഠശാലയാണ്. സഭ ഒരു പാഠശാലയാണ്. കൂടിവരവുകൾ ഒഴിവാക്കാതെ ആത്മീയ വർധന വരുത്തുന്ന ഒരു പാഠശാലയാണ് സഭ. അത് എഫെസ്യർ 3:18 മുതൽ 19 വരെയും 4:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ടും വായിക്കുമ്പോൾ സഭ ഒരു ഹല്ലേലൂയ ഒരു സ്കൂളായിട്ട് വളരെ വ്യക്തമായി കാണിക്കുന്നു. 6, സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. സ്തോത്രം. സ്വന്തം കാര്യം നോക്കാതെ അന്യോന്യം സഹകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരുവനെയാണ് സഭ എന്ന് വിളിക്കുന്നത്. ആ സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. ഒരു ഇടയനാൽ പരിപാലിക്കപ്പെടുന്ന ഒരു ആട്ടിൻകൂട്ടമാണ്. ചെമ്മരിയാടുകളും കോലാടുകളും നല്ല ആടുകളും മുട്ടയാടുകളും എല്ലാം ഒരുമിച്ച് ഒരാലയിൽ ഒരു ഇടയന്റെ പരിപാലനത്തിൽ വളരുന്നതിനെയാണ് സഭ എന്ന് പറയുന്നത്. ഇവിടെ സഭ ഒരു നല്ല ആട്ടിൻകൂട്ടമാണെന്ന് വിളിച്ചു പറയുന്നു. 7 പറയുന്നു സഭ ഒരു ആലയമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയിൽ നിറയ്ക്കുന്നതാണ് സഭ എന്ന് പറയുന്ന ഒരു ആലയം. പ്രൈസ് ദി ലോർഡ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു സഭ ഒരു ആലയമാണെന്ന്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? പ്രൈസ് ടു ജീസസ്. 8 പറയുന്നു സഭ ഒരു വയലാണെന്ന്. സ്തോത്രം. സഭ ഒരു വയലായിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി അധികം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാണ് സഭ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. സഭ ഒരു വയലാണ്. വയൽ എന്താണ് നമ്മളെ വിളിച്ചു കാണിക്കുന്നത്? പാടത്ത് നമ്മളെ വിളിച്ചു കാണിക്കുന്ന ഒരു മറുപടി കൊണ്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അപ്പൊ സഭ ഒരു വയലാണ്. അതിനാധാരമായിട്ടുള്ള ദൈവവചനം 1 കൊരിന്ത്യർ 3:9 ഹീബ്രു 6:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സഭ ഒരു വയലാണ്. 9, സഭ ഒരു സൈന്യമാണ്. സ്തോത്രം. ഐക്യതയോടുകൂടി ശത്രുവിന്റെ സകല പദ്ധതികളെയും തച്ചുടയ്ക്കുവാൻ ദൈവകൃപ പ്രാപിച്ച ഒരു സഭ ഒരു സൈന്യമായി മുന്നിൽ നിൽക്കുകയാണ്. സഭ ഒരു സൈന്യമാണ്. മരുഭൂമിയിലെ ദൈവസഭയുടെ ക്വാളിറ്റികളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. സഭ ഒരു സൈന്യമാണ്. സഭ ഒരു യുദ്ധക്കളത്തിലാണ്. സഭയ്ക്ക് പോരാട്ടമുണ്ട്. പക്ഷെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ സൈന്യമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സഭ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാധാരമായിട്ടുള്ള എഫെസ്യർ 6:12 2 കൊരിന്ത്യർ 10:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സഭ ഒരു സൈന്യമാണ്. 10, സഭ ഒരു വിളക്കാണ്. സ്തോത്രം. ഒരു വെളിച്ചമാണ്. ഹല്ലേലൂയ. ലോകത്ത് നന്നായി ജീവിച്ച് അന്ധകാരത്തെ പുറത്താക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ഹല്ലേലൂയ പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി എത്ര അധികാരത്തോടു കൂടി തേർവാഴ്ച നടത്തിയാലും അതിന്റെ മുമ്പിൽ ജയിക്കാൻ തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവകൃപ പ്രാപിച്ച ഇന്ന് രാത്രി ഞാനും നിങ്ങൾ കടന്നു പോകണം. അന്ധകാരത്തിന്റെ സകല പ്രവൃത്തികളെയും ഇന്ന് രാത്രി അടിയറ പറയുന്ന ഒരു പൈശാചിക മണ്ഡലത്തിന്റെ സകല പദ്ധതികളെയും തോൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി പ്രാപിക്കാൻ പോകുകയാണ്. ഇവിടെ കറണ്ട് പോയത് കൊണ്ട് എനിക്ക് വിഷയമല്ല, ഞാൻ ഇരുട്ടത്തിരുന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ അത് വ്യക്തമായിട്ട് കേൾക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എന്റെ സാഹചര്യത്തെ മനസ്സിലാക്കണം. ഈ മരുഭൂമിയിലെ ദൈവസഭയുടെ രഹസ്യങ്ങളെ വിളിച്ചു പറയുവാൻ ഞാൻ എപ്പോഴാണ് സമയം വേർതിരിച്ചത്? അത് മുതൽ ഒരു ക്രൈസിസ് ഉണ്ടെന്ന്, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ ഭാരപ്പെട്ടു പോകരുത്. നീ അതിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുക. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അധികാര മണ്ഡലങ്ങളെ, അന്ധകാരങ്ങളെ തച്ചുടയ്ക്കുവാൻ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. പിശാചേ, നിന്റെ പ്രവർത്തികളൊന്നും ഇതിനകത്ത് സംഭവിക്കത്തില്ല, ഇതിനകത്ത് നടക്കത്തില്ല. കാരണം എന്താ? ദൈവസഭയുടെ പരിപൂർണമായ വിജയം ദൈവസഭയുടെ വ്യക്തികളുടെ കയ്യിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഭ ഒരു വിളക്കാണ്. ലോകത്തെ നന്നായി ജീവിച്ച്, ലോകത്തിന്റെ മുമ്പിൽ ഒരു ദൈവസഭ നന്നായി ജീവിച്ച് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ജനത്തെ വഴിവെക്കുന്ന ഒരു ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടിയാ ദൈവം സഭയിൽ ഒരു വിളക്കായി നമ്മെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും മത്തായി 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും സഭ ഒരു വിളക്കാണെന്ന് വളരെ വ്യക്തമായി കാണിക്കുന്നു. അടുത്ത് 11 പറയുന്നു, സഭ ഒരു മർമ്മമാണെന്ന്. സ്തോത്രം. ആ മർമ്മം എന്തെന്നറിയാമോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം പറയുന്നു, ക്രിസ്തു സഭ ഒരു മർമ്മമാണെന്ന്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഇരിക്കുന്നുവെന്നാണ്. 12-ാമത് അവസാനമായത് 12-ാമത്തത്. ഹല്ലേലൂയ. സഭ ഒരു കൂടാരമാണ്. സ്തോത്രം. റെവലേഷൻ ചാപ്റ്റർ 21:3 പറയുന്നു, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. സഭ ഒരു കൂടാരമാണ്. 12 ശിഷ്യന്മാരെ 12 ഹല്ലേലൂയ കല്ലുകളെ തിരഞ്ഞെടുത്തു. ബൈബിളിനകത്ത് 12-ന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇവിടെ 12 കാര്യങ്ങൾ സഭയെക്കുറിച്ച് പറയുന്നു. സഭ 1 കുടുംബമാണ്, സഭ 2 കൂട്ടായ്മയാണ്, സഭ 3 ശരീരമാണ്, സഭ 4 വീടാണ്, സഭ 5 സ്കൂളാണ്, സഭ 6 ഒരു ആട്ടിൻകൂട്ടമാണ്, സഭ 7 ഒരു ആലയമാണ്, സഭ 8 ഒരു വയലാണ്, 9 സഭ ഒരു സൈന്യമാണ്, 10 സഭ ഒരു വിളക്കാണ്, 11 സഭ ഒരു മർമ്മമാണ്, 12 സഭ ഒരു കൂടാരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഭ 12 മേഖലയിലൂടെ കടന്നു പോകുന്നു. ഈ സഭ ആരാണ്? ഞാനും നിങ്ങളുമാണ് സഭ. ഞാനും നിങ്ങളുമാണ് സഭ. മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയം ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കനാൻ ദേശത്തിലെ ാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. മോശ തന്റെ ജനത്തെ വക്കോലിലും ചെളിയിൽ നിന്നും വേർതിരിച്ചു കൊണ്ടുപോയ ഒരു കാഴ്ച. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനാധാരമായി ചില വാക്യങ്ങൾ വായിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ദൈവസഭ ക്രിസ്തുവിൽ കേന്ദ്രീതമാണെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു. ദൈവസഭ ക്രിസ്തുവിൽ മാത്രമാണ്, ക്രൂശിൽ മാത്രമാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു ആൾറെഡി നിഴലാണെങ്കിൽ പുതിയ നിയമത്തിൽ അത് പൊരുളായി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് പൊരുളായി വെളിപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമസഭയുടെ ശുദ്ധീകരണം രക്തത്തിലാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിലാണ് പുതിയ നിയമസഭയുടെ ശുദ്ധീകരണം നടക്കുന്നത്. പഴയ നിയമസഭയുടെ ശുദ്ധീകരണം യാഗത്തിലാണ് നടക്കുന്നുവെങ്കിൽ പുതിയ നിയമസഭയുടെ ശുദ്ധീകരണം നടക്കുന്നത് കാൽവരിയിൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിലാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. ജീവിക്കുന്ന 5 തരം സഭകളുണ്ട്. ഹല്ലേലൂയ. 5 തരം സഭകൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് എന്റെ മുമ്പിൽ സമയമില്ല. 1-2 മിനിറ്റ്, ഒരു 10-20 മിനിറ്റുകൾ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. പക്ഷേ ഞാൻ വേഗത്തിൽ കടന്നു പോകുവാൻ ശ്രമിക്കുന്നു. ഒന്നാമത്തെ സഭ ജീവിക്കുന്ന സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ സഭ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന സഭയാണ്. മൂന്നാമത്തെ സഭ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന സഭ, മഹത്വത്തിന്റെ സഭയാണ്. നാലാമത്തെ സഭ മരുഭൂമിയിലെ സഭയാണ്. 5-ാമത്തെ സഭ മണവാട്ടി സഭയാണ്. ഞാൻ ഒന്നുകൂടി ദൈവമക്കളെ ആവർത്തിക്കുന്നു. ഒന്നാമത്തെ സഭ
ലിവിംഗ് ചർച്ച്, രണ്ടാമത്തെ സഭ ഹോളി സ്പിരിറ്റ് ചർച്ച്, മൂന്നാമത്തെ സഭ ഹല്ലേലൂയ ഗ്ലോറിയസ് ചർച്ച്, നാലാമത്തെ സഭ വിൽഡർനെസ് ചർച്ച്, അഞ്ചാമത്തെ സഭ ബ്രൈഡൽ ചർച്ച്. ഹല്ലേലൂയ. ഈ 5 തരം സഭകളാണ് ഇന്ന് ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ അതിനകത്ത് മരുഭൂമിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള 1-2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഇതിന്റെ 5ന്റെയും രക്തചുരുക്കമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ദൈവവചനത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് തന്നെ വചനം ഇങ്ങനെ പറയുന്നു. മരുഭൂമിയിലെ സഭ എന്ന് പറയുന്ന ആ സഭയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യമാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അതിനകത്ത് ഇങ്ങനെയാണ് ആ പദം വായിക്കുന്നത്. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്നു വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ എന്ത് ചെയ്തു? അതിലേക്ക് കൊണ്ടുപോയില്ല. പകരം അരികിലുള്ള മരുഭൂമിയിലൂടെ ജനത്തെ ചുറ്റി നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ചെങ്കടലിന്റെ അരികിലൂടെയുള്ള മരുഭൂമിയിലൂടെ അവരെ നടത്തിയതിന്റെ പ്രധാന കാരണം മോശയെ ദൈവം ഒരു ദൗത്യം മോശയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ജനത്തിന് ഒരു ഭയമുണ്ട്. സ്തോത്രം. ഇന്നും ദൈവസഭയ്ക്ക് ഒരു ഭയമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഭയം ഏറ്റവും കൂടുതൽ അധികാരമണ്ഡലത്തോടു കൂടി വ്യാപരിക്കുന്ന ദൈവമക്കളിലാണ്. കാരണം വിശ്വാസത്തിന്റെ എത്ര വാക്കുകൾ നാം കേട്ടാലും നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ചില വിഷയത്തിന്മേൽ നാം ഭയപ്പെടുന്നത് നമ്മൾ സർവ്വസാധാരണമാണ്. ഇവിടെ ഇതാ ജനത്തെ ദൈവം എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ മോശ എന്ന നല്ല കാര്യസ്ഥൻ, ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. കാരണം അവൻ മുൾപ്പടർപ്പ് കാണുകയാണ്, ഒരു കത്തുന്ന മുൾപ്പടർപ്പ് കാണുകയാണ്. ആ കത്തുന്ന മുൾപ്പടർപ്പ് എന്താണെന്ന് കാണുവാൻ, ഹല്ലേലൂയ, കത്തുമ്പോൾ തന്നെ ആ വൃക്ഷങ്ങളൊന്നും എരിയുന്നില്ല. അത് കാണുവാൻ താൻ എങ്ങോട്ട് പോകുന്നു? അതിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ 14-ാം അധ്യായം അതിന്റെ തുടക്കവാക്യത്തിലൊക്കെ വീട്ടിലിരുന്ന് വായിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ അതിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിന്റെ ചെരുപ്പൂരുക എന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവം മുഖാമുഖമായി മോശയോട് സംസാരിക്കുകയാണ്. തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുവാൻ കിടക്കുന്ന ഒരു ജനത്തെ തനിക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, സഭയുടെ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ വേണ്ടി മോശയുടെ കയ്യിലേക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യത്തിന് മുമ്പിൽ പിന്മാറുവാൻ പലവട്ടം മോശ ശ്രമിച്ചു. പക്ഷെ ദൈവം വിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. നിന്നെ ഏതു മേഖലയിൽ നീ പെട്ടുപോയാലും, നീ എല്ലാം നഷ്ടമാക്കിയിട്ട് എല്ലാം കളഞ്ഞിട്ട് നീ തിരിച്ചു പോയാലും, പക്ഷെ ദൈവം നിന്നെ വിടത്തില്ല. വാഗ്ദത്തം നിന്റെ തലമേലും നിന്റെ കുടുംബത്തിന്മേലും ഉണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷമേലുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് കോണിൽ പരാജയപ്പെട്ട് കിടന്നാലും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവസഭയെ പണിയുവാൻ നിന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റുമെന്ന് ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. പരാജയം കേട്ടും മടുത്തും നീ ജീവിക്കേണ്ടവനല്ല. ദൈവസഭ പുറത്തു വരേണ്ടതാണ്. ദൈവസഭ അതിന്റെ പൂർണ്ണമായ ശക്തിയോടും ആർജവത്തോടും പുറത്തു വരേണ്ട കാലഘട്ടമാണ്. പരസ്പരം വിമർശിച്ചും കുറ്റം പറഞ്ഞും അസൂയപ്പെട്ടും ഇരിക്കേണ്ടതല്ല സഭ. സഭ എന്ന് പറയുന്ന ഈ കൂടാരം നാം ഒരിക്കൽ പൊളിഞ്ഞു പുറത്തു പോകേണ്ടി വരും. അന്ന് നമ്മുടെ ശരീരത്തിനകത്ത് നീ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അന്ന് നീ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് നീ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന നല്ലതാകണമെങ്കിലും നീ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, സഭ ഒരു കെട്ടിടമാണ്. സഭ ഒരു കെട്ടിടമായിരിക്കുന്നു. ആ സഭയ്ക്കകത്തുള്ള കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ഓരോ മുറികളും ഓരോ കാര്യങ്ങളും വളരെ ശക്തമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. സ്തോത്രം. ഇവിടെ ഇതാ മരുഭൂമിയിലേക്ക് ജനത്തെ നയിക്കുകയാണ്. മരുഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ ഇതാ ദൈവം ശക്തനായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. മോശ എന്ന നല്ല കാര്യസ്ഥനെ ദൈവം ഇതാ തിരഞ്ഞെടുക്കുന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ. മരുഭൂ യാത്ര, കനാൻ യാത്ര എന്നൊക്കെ പറയും. മരുഭൂമിയിലെ ദൈവസഭ എന്ന വിഷയം ഞാൻ ടൈറ്റിൽ ഇട്ടപ്പോൾ പലപ്പോഴും ഞാനും ചിന്തിച്ചു. കാരണം ഇതെന്തുകൊണ്ട് മരുഭൂമിയിലെ ദൈവസഭ എന്ന പേര് ദൈവം ഇന്ന് എനിക്ക് തന്നു എന്ന് ചോദിച്ചു. പക്ഷെ ഒത്തിരി
നല്ല ലൈവുകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, സൂം മീറ്റിങ്ങുകൾ പലതും ഈ കഴിഞ്ഞ 7 മാസം കൊണ്ട് കാണുന്നുണ്ട്. യേശുവേ, എനിക്ക് തക്കതായ ഒരു നല്ല ഒരു ടൈറ്റിൽ തരണം, ഒരു വിഷയം തരണം എന്ന് ഞാൻ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ സ്വർഗം തന്നത് കൊണ്ടാണ് കഴിഞ്ഞ 12 ദിവസമായിട്ട് ദേശത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഉപയോഗിക്കപ്പെടുന്ന നല്ല ദൈവകൃപയുള്ള ദൈവദാസന്മാർ ഇതിനകത്ത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയത്തെ ആസ്പദമാക്കി അവർക്ക് ലഭിച്ച വെളിപ്പാടുകൾ വിളിച്ചു പറയുവാൻ അവർക്ക് ദൈവം കൃപ കൊടുത്തത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നു, മോശയുടെ കയ്യിൽ ദൈവം ഈ കാര്യം ഏൽപ്പിക്കുമ്പോൾ ആ മോശയിൽ ദൈവം വിശ്വസ്തനായിരുന്നു. മോശ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ദൈവം മോശയെ വിശ്വസിച്ചു. നമുക്ക് ചിലപ്പോൾ ദൈവത്തെ വിശ്വാസം കാണത്തില്ലായിരിക്കാം. നമ്മുടെ ചില വിഷയങ്ങളിൽ പ്രതികൂലങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. പക്ഷെ ഒന്നും ദൈവം അറിയാതെ നമുക്കൊരു അവധി വെച്ചിരിക്കുകയാണ്. ഈ കൊറോണ വൈറസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത്, എന്റെ ദേശത്ത് ഇങ്ങനത്തെ ഇരുട്ടുമൂടിയ അവസ്ഥകൾ വന്നു എന്ന്. പക്ഷെ ഇതൊന്നും അവസാനമല്ല, ഇതൊക്കെ ചിലതിന്റെ തുടക്കമാണ്, ഉണർവിന്റെ തുടക്കമാണ്. ദൈവസഭ ഉണർന്നു വരേണ്ടതിന്റെ തുടക്കമാണ്. ഞാനും നീയും അടങ്ങുന്ന സഭ ഒരിക്കൽ പൊളിയേണ്ടത് വരും. അത് ഈ ദിവസങ്ങൾ പൊളിയപ്പെടേണ്ടത്. നിങ്ങളുടെ മനോഭാവം മാറണം. അത് മാറണമെങ്കിൽ നാം മരുഭൂമിക്കകത്ത് ചെന്നു വീഴേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ മോശയെ തിരഞ്ഞെടുത്തു. 40 ദിവസം കൊണ്ട് കടക്കേണ്ട മരുഭൂമി യാത്ര ചെയ്ത 40 വർഷം കൊണ്ട് ഓടുകയാണ്. ഹല്ലേലൂയ. പിറുപിറുപ്പോടെ, കുറ്റം പറച്ചിലോടുകൂടി അവർ ഇത് കനാൻ വാസത്തിലേക്ക് പോകുകയാണ്. ദൈവസഭയെ മറന്നു പോകരുത്. കുറ്റം പറയുകയും വിധിക്കുകയും മറ്റുള്ളവരെ അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ആ മരുഭൂ യാത്രയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. കനാൻ യാത്രയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. 40 ദിവസം കൊണ്ട് പാലും തേനും ചെന്നെത്തേണ്ട ജനം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? അവരുടെ വായിൽ നിന്ന് വന്ന പിറുപിറുപ്പാണ്, ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. അതാണ് ആ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ മൂല്യച്യുതി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയുന്നു, ദൈവസഭയ്ക്കകത്ത് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നീ വിശ്വസ്തനായിരിക്കണം. നീ ദൈവദാസന്മാരെ നോക്കരുത്, നീ ദൈവസഭയെ നോക്കരുത്, നീ കോൺക്രീറ്റ് കെട്ടിടത്തെ അല്ല നോക്കേണ്ടത്, നീ മറ്റുള്ളതിനല്ല നീ ആശ്രയിക്കേണ്ടത്, നീ യേശുവിലാണ് ആശ്രയിക്കേണ്ടത്. ദൈവത്തിലാണ് നിന്റെ പ്രത്യാശ വെക്കേണ്ടത്. അവനാണ് നിന്നെ വിളിച്ചത്, അവനാണ് നിന്നെ വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാ വളരെ വ്യക്തമായി വളരെ കനാൻ വാസത്തിൽ യാത്ര പുറപ്പെടുകയാണ്. ആ കനാൻ യാത്രയുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് മോശ, ഒന്ന് അഹരോൻ, ഒന്ന് ഹൂര്, ഒന്ന് യോശുവ, ഒന്ന് കാലേബ്, പിന്നെ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ജനം. ഇവരാണ് കഥാപാത്രങ്ങൾ. മരുഭൂമിയിലെ ദൈവസഭയ്ക്കകത്ത് അല്ലെങ്കിൽ മരുഭൂമിക്കകത്ത് യാത്ര ചെയ്യുന്ന 40 വർഷം കൊണ്ട് യാത്ര ചെയ്യുന്ന കൂട്ടമാണ്. ഒന്ന് മോശ, ഒന്ന് അഹരോൻ, ഒന്ന് ഹൂര്, ഒന്ന് യോശുവ, ഒന്ന് കാലേബ്, പിന്നെ ദൈവജനം. ഹല്ലേലൂയ. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇവരുടെ യാത്ര. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്. ഞാൻ ഒന്നുകൂടി കേറി പറയാം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജനം കടന്നു വരികയാണ്. ഹല്ലേലൂയ. കാരണം അടിമത്തത്തിൽ കിടക്കുന്ന ജനം എന്തനുഭവിക്കുന്നു? വറ്റോലിലും ചെളിയിലും കിടന്ന് അവന്റെ കഷ്ടത അനുഭവിക്കുകയാണ്. അപ്പൊ മരുഭൂമി ഒരിക്കലും ഒരു സുഖകരമല്ല. മരുഭൂമി നമുക്കെന്നും ഹല്ലേലൂയ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മരുഭൂമി നമുക്കെന്നും ഒരു പ്രശ്നം തന്നെയാണ്. മരുഭൂമി സുഖകരമല്ല. മരുഭൂമി യാത്ര സുഖകരമല്ല. മരുഭൂമിക്കകത്ത് നല്ല തേളുകളുണ്ട്. മരുഭൂമിക്കകത്ത് അഗ്നിസർപ്പങ്ങളുണ്ട്. മരുഭൂമിക്കകത്ത് ചുട്ടുപൊള്ളുന്ന മണലിന്റെ കാഠിന്യമുണ്ട്. മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല സുഖകരമായ യാത്രയല്ല. ഇതിന്റെ നടുവിലൂടെയാണ് ഇതാ ദൈവസഭയെ അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവം നയിക്കുവാൻ പോകുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്. അല്ലെങ്കിൽ എന്തു പറയുന്നു? ഹല്ലേലൂയ. പാലും വൈക്കോലും ചെളിയും നിറഞ്ഞ ഒരു ഇരുണ്ട ജീവിതത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന ഒരു വലിയ കനാൻ ജീവിതത്തിലേക്ക്. ഹോരേബിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞു കാണുമെന്ന് ഞാൻ ദൈവത്തിൽ വിചാരിക്കുന്നു. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശത്തിലേക്ക് ഈ ജനത്തെ നീ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മോശ ചിലപ്പോൾ പറഞ്ഞു കാണും, പാലും തേനും ഒഴുകുന്ന ദൈവ സാന്നിധ്യമില്ലാത്ത കനാൻ ദേശത്തേക്കാൾ, അങ്ങ് ദൂരെ കാണുന്ന ഒരു കനാൻ ദേശത്തേക്കാൾ നീ സാന്നിധ്യമുള്ള, അങ്ങയുടെ സാന്നിധ്യമുള്ള ഈ മരുഭൂമി എനിക്ക് ഏറ്റവും അനുഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ ചില മരുഭൂമികൾ ദൈവം അനുവദിക്കുന്നതിന്റെ പ്രധാന കാരണം
അത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറക്കുവാനാണ് എന്ന് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് ആമേൻ പറയും? കനാൻ ദേശം, അങ്ങ് ദൂരെ കാണുന്ന പാലും തേനുമൊഴുകുന്ന ദേശത്തെക്കാൾ ദൈവ സാന്നിധ്യമുള്ള ഒരു നല്ല മരുഭൂമിയാണ് ഒരു ദൈവദാസന്റെയും ദൈവകൃപയിൽ നിൽക്കുന്ന വിശ്വാസിയുടെയും ഏറ്റവും വലിയ ക്വാളിറ്റി. ഹല്ലേലൂയ. മരുഭൂമി തന്നതിനായി സ്തോത്രം പറ. ഹല്ലേലൂയ. മരുഭൂമിയിൽ നിൽക്കുന്നതിനായി സ്തോത്രം പറ. മരുഭൂമിക്കകത്ത് നീ ഉഴഞ്ഞു പോകുന്നവനല്ല, അലയുന്നവനായിട്ടല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവളായിട്ട് നീ നിൽക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി മരുഭൂമിയിൽ നിന്നും നീ പുറത്തു വന്ന് തന്നെയാകണം. യേശുവിന്റെ നാമത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് മരുഭൂമിയിലെ ദൈവസഭ എന്ന് പറയുന്നത്. മരുഭൂമിയിലെ ദൈവസഭ ജയിച്ച സഭയാണ്. അവിടെ അവർ പരാജയം അറിഞ്ഞില്ല. കാരണം അവരെ നടത്തിയത് ദൈവമാണ്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി. ഹല്ലേലൂയ. ആ മേഘം ഇന്ന് രാത്രിയും നിന്റെയും എന്റെയും കുടുംബത്തിന്റെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. ആ മേഘം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ജീവിക്കുന്ന സഭ, മരുഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന സഭ, രണ്ടാമതായി ജീവിക്കുന്ന സഭയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ സഭ മരുഭൂമിയിലെ സഭ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. രണ്ടാമത്തെ സഭ ജീവിക്കുന്ന സഭയാണ്, ലിവിംഗ് ചർച്ചാണ്. മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും പുറത്തു വരുന്ന ഒരു സഭ, അത് ചലിക്കുന്ന സഭയാണ്, അത് ജീവിക്കുന്ന സഭ. കാരണം മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും പുറത്തു വരുന്ന സഭയുടെ ചില ക്വാളിറ്റികൾ പുതിയ നിയമത്തിൽ 5 സുവിശേഷങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 1:12 പറയുന്നു: അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, 40 വർഷം ഒരു യാത്ര, കനാൻ ദേശത്തേക്ക് വേണ്ടിയുള്ള ദൈവമക്കളുടെ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര. പക്ഷെ ഇവിടെ യേശു കർത്താവ് 40 ദിവസം കാട്ടുമൃഗങ്ങളോട് കൂടെ മരുഭൂമിയിൽ ഇതാ തന്റെ പരീക്ഷണ കാലഘട്ടം അതിജീവിക്കുവാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസ് വൈദ്യൻ വളരെ വ്യക്തമായി പറയുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അതിന്റെ 1:80 പറയുന്നു വളരെ വ്യക്തമായി: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. സ്തോത്രം. പുതിയ നിയമത്തിൽ 3 സുവിശേഷത്തിനകത്ത് 1:23 പറയുന്നു: കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. സ്തോത്രം എന്ന് വളരെ വ്യക്തമായിട്ടും വിളിച്ചു പറയുന്ന സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7:38 സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാനുള്ള ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ടും പറയുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് 4 സുവിശേഷത്തിനകത്ത്, ഹല്ലേലൂയ, 5 സുവിശേഷത്തിനകത്ത് വളരെ വ്യക്തമായിട്ടും നല്ല വ്യക്തമായിട്ടും മത്തായി, മാർക്കോസ്, ലൂക്കോസ്, ഹല്ലേലൂയ, യോഹന്നാൻ എന്ന 4 സുവിശേഷത്തിനകത്ത് വളരെ വ്യക്തമായിട്ടും യേശു കർത്താവിന്റെ മരുഭൂമിയുടെ യാത്രയെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അവനെ ആത്മാവ് എവിടേക്ക് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമിയിൽ ഭയങ്കരമായ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു. 40 ദിവസം പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. നീയും ഞാനും പുറത്തു വരണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് നിൽക്കണമെങ്കിൽ, ഒരു ജീവിക്കുന്ന സഭയുടെ വ്യക്തിത്വമായി മാറണമെങ്കിൽ ഇന്ന് രാത്രി ഇതുപോലത്തെ ചില മരുഭൂമിയിൽ നിന്നും ഞാനും നിങ്ങളും പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതുകൊണ്ട് വളരെ വ്യക്തമായും എഫെസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു: ശരീരം മുഴുവനും യുദ്ധമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനവയ്ക്കായി അവനിൽ നിന്നും
വളർച്ച പ്രാപിക്കുന്നു. ജീവിക്കുന്ന സഭ ഒരു വളർച്ച പ്രാപിക്കുന്ന സഭയാണ്. ജീവിക്കുന്ന സഭ വളർച്ചയിൽ പരിജ്ഞാനത്തോട് വളരുന്ന സഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ഒരു ദൈവസഭ പണിയുന്നത്. ദൈവസഭ പണിയുന്നത് ക്രിസ്തുവിന്റെ നിർദ്ദേശവും നിഷ്കളവും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ ഒരു ദൈവസഭ പണിയപ്പെടുന്നത്. അപ്പൊ ജീവിക്കുന്ന സഭയുടെ ക്വാളിറ്റി ഒരു വളർച്ച പ്രാപിക്കുന്ന സഭയാണ്. മരുഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന സഭ ഒരു ജീവിക്കുന്ന സഭയാണ്, ഒരു നല്ല ചലിക്കുന്ന സഭയാണ്. അതുകൊണ്ട് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ യേശു കർത്താവ് ജീവിച്ചപ്പോൾ അവൻ ജീവിക്കുന്ന ഒരു സഭയായി ഈ ലോകത്തിൽ ജീവിച്ചു. 30 വയസ്സ് വരെ തന്റെ അപ്പനും അമ്മയ്ക്കും ഏറ്റവും അനുസരണമുള്ളവനായി ജീവിച്ചു. 3.5 വർഷത്തെ ശുശ്രൂഷ അവന്റെ ജീവിതത്തിൽ പല മേഖലകളെ ചലിപ്പിച്ചു. പല മേഖലയിലൂടെ കടന്നുപോയി. രോഗികളെ സൗഖ്യമായി, പാപികളെ രക്ഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ഈ ലോകത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്തു. ജീവിക്കുന്ന സഭയുടെ ക്വാളിറ്റിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. കാരണം അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ അനന്യാസിനെയും സഫീരയും സഭയിൽ നിന്നും തുടച്ചു നീക്കിയതിനു ശേഷം പുറത്തു വരുമ്പോൾ അവന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായതിന്റെ പരമപ്രധാനമായ ഒരു രഹസ്യം എന്തെന്നറിയാമോ? ചിലത് മരിക്കപ്പെടുമ്പോഴാണ് ചിലത് ജീവൻ പ്രാപിക്കുന്നത്. ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നവനായി മാറണമെങ്കിൽ, ഒരു ജീവിക്കുന്ന സഭയുടെ വ്യക്തിത്വമായി ഞാൻ മാറണമെങ്കിൽ എൻ്റെ അകത്ത് മരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ അകത്ത് മരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഒരു ജീവിക്കുന്ന സഭയായി എനിക്കും നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അകത്തും എൻ്റെ അകത്തും ചിലത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്, മരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇളക്കമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇളക്കമില്ലാത്ത ഒരു രാജ്യത്തിന്റെ അവകാശിയായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ ഹല്ലേലൂയ ഹീബ്രു 12:25 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഇളക്കമുള്ളത് ഹല്ലേലൂയ ഇളകണം. സ്തോത്രം. ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് വേണ്ടി ഇളക്കമുള്ളത് ഇളകിയേ മതിയാകത്തുള്ളൂ. ഈ ലോകത്തിൽ ഇളക്കമുള്ളത് ഹല്ലേലൂയ ഇളകിയേ മതിയാകത്തുള്ളൂ. ഈ ലോകത്തിന്റെ മാലിന്യം, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ സകല സംവിധാനങ്ങൾ, കറ, ചുളുക്കം, വാട്ടം, ക്ഷയം, മാലിന്യം സകലതും ഒരു ജീവിക്കുന്ന സഭയിൽ നിന്നും പുറത്തുപോയേ മതിയാകത്തുള്ളൂ. സഭയ്ക്കകത്ത് മരണത്തിന്റെ കാര്യങ്ങളല്ല പറയേണ്ടത്. ജീവിക്കുന്ന സഭയുടെ വ്യക്തിത്വമാണെങ്കിൽ നീ ജീവനുള്ള കാര്യങ്ങളായിരിക്കും ദൈവസഭയോട് വിളിച്ചു പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായും പറയുന്നു, ക്രിസ്തുവാകുന്നു ജീവിക്കുന്ന സഭയുടെ തലയായിരിക്കുന്നത്. കാരണം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ വേണ്ടി മാത്രമാണ് ദൈവം ഒരു ചലിക്കുന്ന സഭയുടെ അംഗങ്ങളാക്കി ഇന്ന് രാത്രിയിലും നിങ്ങളെയും എന്നെയും മാറ്റിയിരിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവാകുന്ന സഭയുടെ അവയവങ്ങളാണ്. 1 ജീവിക്കുന്ന സഭ, 2 പരിശുദ്ധാത്മാവിന്റെ സഭ, 3 മഹത്വത്തിന്റെ സഭ, 4 മരുഭൂമിയിലെ സഭ, 5 മണവാട്ടി സഭ. 2ാമത്തെ സഭ ജീവിക്കുന്ന സഭയാണ്. അത് യേശു കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. പരീക്ഷണങ്ങൾ 3 ഘട്ടത്തിൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ജഡമോഹം, കൺമോഹം, ജീവധനത്തിൽ പ്രഭാവം, ഈ 3 ഘട്ടങ്ങളിലും അവൻ ജയിച്ചു കയറുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ പരീക്ഷകളൊന്നും പരാജയത്തിനല്ല. ആ പരീക്ഷകളെല്ലാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും, ദൈവരാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും കാരണമായി തീരേണ്ടതിനാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു ജീവിക്കുന്ന സഭയുടെ അംഗമായിട്ട് മാറുവാൻ താങ്കൾക്കും ഹല്ലേലൂയ ആഗ്രഹമുണ്ടോ? എങ്കിൽ യേശു കർത്താവിനെ പോലെ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാൻ നീയും ഞാനും തയ്യാറായി മാറണം. നിങ്ങളും ഞാനും തയ്യാറായി മാറണം. കാരണം യേശു പരീക്ഷണ ഘട്ടം 40 ദിവസം മരുഭൂമി, 3.5 വർഷം പിശാചിന് അവനെ തൊടുവാൻ കഴിയാത്തത്. അതുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന സഭയുടെ അംഗങ്ങളായി മാറണം. 3ാമത്തെ സഭയാണ് പരിശുദ്ധാത്മാവിന്റെ സഭ. എൻ്റെ ഈ സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടതും കൊണ്ടാണ് ഞാൻ ഇത് വളരെ വേഗത്തിൽ ഓട്ടിച്ചു വിടുന്നത്. 3ാമത്തെ സഭ പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. 3ാമത്തെ സഭ പരിശുദ്ധാത്മാവിന്റെ സഭ. അത് എവിടെ ഉത്ഭവിച്ചു?
അത് ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഭ ഉത്ഭവിച്ചത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണെങ്കിലും ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുള്ള ഒരു വാക്യത്തെ വായിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായും ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അടുത്ത് ഇത് ദൈവത്തിന്റെ ലോഗോസ് ആണ്, ദൈവത്തിന്റെ വചനമാണ്. കാരണം ആ ദൈവത്തിന്റെ വചനം അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ഭൂമി പാഴും ശൂന്യമായും ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് രണ്ടാമത് ഇതാ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ലോഗോസ് ആയത് റീമയായി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ജയം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മറന്നു കളയുന്ന ചില വാക്യങ്ങളാണ്. തുടക്കത്തിൽ ദൈവം പറയുന്നു, ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്നെ നിങ്ങളെയല്ല, ദൈവം ആദ്യം സൃഷ്ടിച്ചത് ഈ ലോകത്തെ അല്ല, ദൈവം ആദ്യം സൃഷ്ടിച്ചതിന്റെ ഒരു പൊരുളിത ദൈവം വിളിച്ചു പറയുകയാണ്. കാരണം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കാരണം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ചില സ്ഫോടനങ്ങൾ സംഭവിക്കും. അതാണ് അടുത്ത വാക്യത്തിൽ സംഭവിക്കുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവസഭ. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഒരു യൂണിറ്റി വെളിപ്പെടണം, ഒരുമിച്ച് ഒരു ഐക്യത വെളിപ്പെടുന്നിടത്ത ദൈവസഭയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും ദൈവസഭയ്ക്ക് മൂല്യച്യുതി വന്നത് എന്തെന്നറിയാമോ? ഐക്യതയില്ല. ഐക്യതയില്ലാതാക്കുന്ന അനൈക്യതയുടെ ആത്മാവ് ദൈവസഭയ്ക്കകത്തും ദൈവദാസന്മാരിലും കേറി അത് ഒരു വലിയ ക്യാൻസറായി മാറിയിരിക്കുക. കാരണം നിന്റെ സഭ, എന്റെ സഭ, ജാതി തിരിച്ചുള്ള സഭ, കോൺഗ്രിഗേഷനുകൾ തിരിച്ചുള്ള സഭ, ആ സഭകൾ തിരിച്ചപ്പോൾ അത് ക്രിസ്തുവേശു അറിഞ്ഞിട്ടില്ല. നാം ഓരോരുത്തരും നമുക്ക് തോന്നുന്ന വിധത്തിൽ ഒരു സഭ ഉണ്ടാക്കി ആ സഭയെ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ മാറ്റി. പക്ഷെ സഭ എപ്പോഴും ആവർത്തന പുസ്തകം 28:1 പറയുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും വചനങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ആ സഭയുടെ ക്വാളിറ്റി അതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രാപിക്കണം, ദൈവത്തിന്റെ വചനം പാലിക്കണം, ദൈവത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കണം. ദൈവ രാജ്യത്തിനകത്തൊരു വ്യവസ്ഥയുണ്ട്. ദൈവമക്കൾക്ക് എങ്ങനെയും നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവവചനത്തിനകത്ത് ദൈവം തന്നിട്ടില്ല. ദൈവം തന്നിട്ടുള്ള ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ദൈവസഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ. അതാണ് മരുഭൂമിയിലെ ദൈവസഭ. അവിടെയാണ് ദൈവത്തിന്റെ പരീക്ഷണ ഘട്ടം ജയിച്ചു വരുന്നവൻ വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ സഭയിൽ നിന്ന് ഞാൻ പുറത്തു വന്നിരിക്കുന്നു. ആ സഭയ്ക്കകത്താണ് ജീവൻ ചലിക്കുന്നത്. ആ സഭയ്ക്കകത്താണ് ഞാൻ മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുന്നെന്ന് എനിക്കറിയത്തില്ല. ചുരുക്കം ചിലർ മാത്രമേ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ നീളവും വീതിയും പൊക്കവും ആഴവും മൊത്തം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വളർന്നു വരുന്ന സഭയ്ക്ക്, ഒരു വളർന്നു വരുന്ന വ്യക്തിക്ക് ഇത് മുഴുവനും പ്രാധാന്യമാണ്. എല്ലാവരും നിറഞ്ഞവരായി, എന്ത് നിറഞ്ഞവരായി? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഒരുമിച്ച് കൂടിയിരുന്നിടത്ത് ഐക്യത്തോടെ, ഒരു മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക വിശ്വാസത്തോടെ ക്രിസ്തുവേശുവിൽ ചാരിയിരുന്ന മർക്കോസിന്റെ മാളികമുറിക്കകത്ത് ഒരു പുതിയ നിയമസഭയുടെ ഉത്ഭവം ഉണ്ടായി. ഒരു പുതിയ നിയമസഭയുടെ ആരംഭമുണ്ടായി. ആ ആരംഭം ഉണ്ടാകാനുള്ള കാരണം ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന് 49-ാം
വാക്യം, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പിൻ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സഭയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ നമ്മൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിന്റെ കണക്ഷൻസ് കിട്ടും. കാരണം 1:4 അപ്പോസ്തല പ്രവൃത്തികൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ് നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും പൈശാചിക മണ്ഡലം, ഭൂതങ്ങൾ അലറി ഓടുന്നത്, പല മേഖലയ്ക്കകത്ത് പിശാചിന്റെ പ്രവൃത്തികളെ ഏൽപ്പാൻ എന്നെയും നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന സ്തോത്രം. ഇന്നും സഭയ്ക്കകത്ത് പീഡനമുണ്ട്, കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ദുഷികളുണ്ട്. പിശാചിന്റെ സകല ആധിപത്യങ്ങളും സഭയുടെ മേൽ അവർ കെട്ടഴിച്ചു വിടുന്നുണ്ട്. പക്ഷെ സഭ പോരാടി പ്രാർത്ഥിക്കുകയാണ്. എപ്പപ്രാസിനെ പോലെ സഭ പോരാട്ടത്തിലാണ്. ഞാനും നിങ്ങളും ഇന്ന് രാത്രി മാറുമ്പോൾ നമ്മുടെ ദേശത്ത് വ്യാപരിച്ചിരിക്കുന്ന സകല അന്ധകാര മണ്ഡലത്തിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ എനിക്കും നിങ്ങൾക്കും ദൈവം അധികാരം തന്നിരിക്കുന്നു. ആ അധികാരം നിന്റെയും എന്റെയും വായിന്റെ അധികാരത്തിന്മേൽ വെച്ചിരിക്കുകയാണ്, നമ്മുടെ നാവിന്മേൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാവിനാണ് ആ ദൈവസഭയുടെ അധികാരമുള്ളത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ലൂക്കോസ് 10:19 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും തകർക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പത്രോസിനോട് വളരെ വ്യക്തമായും യേശു കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കത്തില്ല എന്ന് പറയാനുള്ള ആർജവം പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന്റെ കാരണം ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതാണ്, ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നത് മുഴുവനും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇതാ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു സഭ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരുന്നിടത്ത് അവിടെ ഐക്യത വെളിപ്പെട്ടെടുത്ത് ഒരു സഭ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മൂന്നാമത്തെ സഭ അത് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള പ്രധാന കാരണം എന്തെന്നറിയാമോ? യേശുവിനെ കാത്തിരുന്നത് കൊണ്ടാണ്. യേശു പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. യേശുവിന്റെ ജനനം എവിടെയാണോ? ബത്ലഹേമിലാണ്. യേശുവിന്റെ വളർച്ച എവിടെയാണോ? നസ്രത്തിലാണ്. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് എവിടെയാണോ? അത് ഗലീലയിലാണ്. അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നത് എവിടെയാണ്? അത് ബഥാനിയിൽ, കാനാവിൽ, ശമരിയിൽ അല്ലെങ്കിൽ യഹൂദിയിലൊക്കെയാണ്, മറ്റു പ്രാന്തപ്രദേശങ്ങളാണ്. പക്ഷെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കേണ്ട യെരൂശലേമിലാണ്. കാരണം എന്തെന്നറിയാമോ? ഞാൻ തകർന്ന ഇടത്ത്, ഞാൻ തുപ്പലേറ്റ ഇടത്ത്, ഞാൻ വീണുപോയ ഇടത്ത്, ഞാൻ എവിടെയൊക്കെ മുട്ടിടിച്ച് വീണുപോയോ അവിടെയാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. യേശു കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ പിശാച് സകല തന്ത്രങ്ങളും കൊണ്ടുവന്ന് പണിത യെരൂശലേമിനകത്ത് ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നിങ്ങൾ കാത്തിരിക്കണം. കാരണം കാത്തിരിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. കാരണം ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയപ്പെടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ചലനം നിങ്ങളുടെ അകത്ത് സംഭവിക്കേണ്ടതിനായി സ്തോത്രം. കാരണം മൂന്നാമത്തെ സഭ പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. ഒന്നാമത്തെ സഭ മരുഭൂമിയിലെ സഭ, രണ്ടാമത്തെ സഭ ഹല്ലേലൂയ ജീവിക്കുന്ന സഭ, മൂന്നാമത്തെ സഭ പരിശുദ്ധാത്മാവിന്റെ സഭ, നാലാമത്തെ സഭ മഹത്വത്തിന്റെ സഭയാണ്. ഹഗായിയുടെ പുസ്തകം 2-ാം വാക്യത്തിലാണ് പഴയ നിയമത്തിൽ ആ പദം ഇങ്ങനെ വളരെ വ്യക്തമായി ഉച്ചരിച്ചിട്ടുള്ളത്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തിലും വലുതായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്റെ മുമ്പിൽ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോകുന്നു. ഇന്ന് ഈ മഹത്വത്തിന്റെ സഭയെക്കുറിച്ച് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെങ്കിലും വളരെ വ്യക്തമായിട്ടും എഫെസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ടും മഹത്വത്തിന്റെ സഭയെക്കുറിച്ചുള്ള ദൈവിക കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ഏതു സമയവും ധൈര്യത്തോട് പ്രവേശനം ലഭിക്കുവാൻ തക്ക നിലവാരത്തിൽ മഹത്വത്തിൽ നിറച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യർ 1:18 പറയുന്നു, ആ മർമ്മം ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലും എന്നിലും ഇരിക്കുന്നതാണ്. ആ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ എന്റെ
ആ മർമ്മം എന്റെ യേശു കർത്താവാണ്. ആ യേശു കർത്താവാണ് മഹത്വത്തിന്റെ സഭ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ സഭ വളരെ വ്യക്തമായി തേജസ്സിന്റെ സഭ. 2 കൊരിന്ത്യർ 3:18 നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മോശ മൂടുപടം ഇട്ടുകൊണ്ടാ ദൈവത്തെ ആരാധിച്ചത്. പക്ഷേ പുതിയ വിശ്വാസിയെ എനിക്കും നിങ്ങൾക്കും മൂടുപടത്തിന്റെ ആവശ്യമില്ല. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും പ്രവേശിക്കപ്പെടുന്ന ഒരു ദൈവിക നിലവാരത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹത്വത്തിന്റെ സഭ, ദൈവസഭ, ആ സഭ എന്നും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അവസാനമായി 5ാമത്തെ സഭ, അത് മണവാട്ടി സഭയാണ്. ബ്രൈഡൽ ചർച്ച്. 1ാമത്തെ ചർച്ച് ഹല്ലേലൂയ വിൽഡർനെസ് ചർച്ച്, 2ാമത്തെ ചർച്ച് ലിവിംഗ് ചർച്ച്, 3ാമത്തെ ചർച്ച് ഗ്ലോറിയസ് ചർച്ച്, 4ാമത്തത് ഹോളി സ്പിരിറ്റ് ചർച്ച്, 5ാമത്തെ ബ്രൈഡൽ ചർച്ചാണ്. ഹാലേലൂയ. മണവാട്ടി സഭ യേശുവിന്റെ നാമത്തിൽ. ഹാലേലൂയ. മണവാട്ടി സഭയെ കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. എഫെസ്യർ 5:31 പറയുന്നു. ഈ 3 ഒരേ പദം പറയുന്നു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഹല്ലേലൂയ. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ കൂട്ടിയോജിപ്പിച്ചു വ്യക്തമായി ഇതാ വരച്ചു കാട്ടുകയാണ്. ഹല്ലേലൂയ. കാന്തനുമായി മണവാട്ടി ചേരുന്നത്, അല്ലെങ്കിൽ മണവാട്ടിയോട് കാന്തൻ ചേരുന്നത്, മണവാളനും മണവാട്ടിയുമായി ചേർന്ന് ഒരുമിച്ച് വസിക്കുന്നത്, പിതാ പുത്ര പരിശുദ്ധാത്മാവും തന്റെ സഭയാകുന്ന മണവാട്ടികളുമായി ഒരുമിച്ച് ചേരുന്ന ഒരു മണവാട്ടി സഭ. അതാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. ഹല്ലേലൂയ. ഇതാ ദൈവ നിയമത്തിൽ മോശ കനാൻ ദേശത്തെ അവകാശമാക്കുവാൻ മരുഭൂമിയിലൂടെ പ്രയാണയാത്ര നടത്തി. പക്ഷെ അവിടെ ഒന്ന് സഭ കൂടാരമായി അടിച്ചു, ചില സാന്നിധ്യങ്ങളെ വഹിച്ചു, ആ കൂടാരത്തിനകത്ത് വസിച്ചു. കൂടാരം അടിച്ചു മാറ്റുമ്പോൾ അവിടെ നിന്നും ആ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങും. അടുത്ത് വേറൊരു കൂടാരം അടിക്കുമ്പോൾ ആ കൂടാരത്തിനകത്ത് ആ സാന്നിധ്യത്തെ കൊണ്ടുവയ്ക്കും. ഇതാ ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നു, ഇതാ ദൈവത്തോടു കൂടി മനുഷ്യരുടെ കൂടാരം. ഞാൻ ആദ്യമേ പറഞ്ഞു, സഭ ഒരു കൂടാരമാണ്, ദൈവത്തോടു കൂടി അധിവസിക്കുന്ന ഒരു കൂടാരം. മണവാട്ടി സഭയുടെ ക്വാളിറ്റി ഒരു ദേഹം, ഒരു ദേഹി, ഒരു ആത്മാവ്, ഇത് 3ഉം ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് മണവാട്ടി സഭ. അത് നിഷ്കളങ്കമായ സഭയാണ്. അത് നല്ല ശുദ്ധീകരിക്കുന്ന സഭയാണ്. അത് വിശുദ്ധീകരിക്കപ്പെട്ട സഭയാണ്. ആ സഭയ്ക്കകത്ത് ഒരിക്കലും ഒരു കറയും ഉണ്ടാകാൻ പാടില്ല, ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല, ഒരു ചുളുക്കം ഉണ്ടാകാൻ പാടില്ല, ഒരു മാലിന്യം ഉണ്ടാകാൻ പാടില്ല. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത സഭയാണ് മണവാട്ടി സഭ. ആ സഭയ്ക്കകത്തേക്ക് നമ്മെ ചേർക്കുവാനാണ് ഇന്ന് രാത്രിയും ദൈവം ആഗ്രഹിക്കുന്നത്. മരുഭൂമിയുടെ ദൈവസഭയ്ക്കകത്ത് നിന്നും നീ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ക്രിസ്തുവിന്റെ സഭയ്ക്കകത്തെ അംഗങ്ങളായി നിങ്ങൾ മാറുമ്പോൾ എനിക്കും നിങ്ങൾക്കും പഴയ നിയമ സഭയ്ക്കകത്തുള്ള കാര്യങ്ങളെ വ്യക്തതയോട് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. പക്ഷെ പുതിയ നിയമ വിശ്വാസത്തിലേക്ക് ഞാനും ിക്കുമ്പോൾ ഈ 5 സഭകൾക്കകത്തുകൂടി നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. പല സഭകളില്ല, ഒറ്റ സഭയേ ഉള്ളൂ. അത് ക്രിസ്തുവിന്റെ സഭയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയാണ്. ആ ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളും അവയവങ്ങളുമാണ് ഞാനും നിങ്ങളും. പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിപ്പാൻ ഇന്ന് രാത്രിയിലും ആ സഭ ഉത്സാഹം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇരുപക്ഷത്തുമായിരുന്ന നമ്മെ ഒരു പക്ഷത്താക്കി നടുച്ചവർ ഇടിച്ചു കളഞ്ഞ, ഓ ഹല്ലേലൂയ, യഹൂദനെന്നോ ജാതിയെന്നോ വ്യവസ്ഥയില്ലാതെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച്, ഓ പിതാവും പുത്രനും ഒരുമിച്ചായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, പിതാവെ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളോടുകൂടെ ഒന്നായി ചേരേണ്ടതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് അവർ തമ്മിൽ ബന്ധത്തിലായിരിക്കുന്നത് പോലെ ദൈവസഭയാകുന്ന നമ്മെ ഒരുമിച്ച് ബഡ് ചെയ്യുവാൻ, ചേർത്ത് പിടിക്കുവാൻ, നഖവും ചതയും ചേർന്നിരിക്കുന്നത് പോലെ നമ്മെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാൻ ഇന്ന് രാത്രിയിലും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭയെ, കർത്തൃദാസന്മാരെ, നമ്മൾ ഉണരേണ്ട സമയമായി. യേശു കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മൾ ഇന്ന് രാത്രി കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ആ ക്രൂശ് കൊലസ്യ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനാൽ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഇരുപക്ഷത്തുമായിരുന്നു ഏതേൻ പൂങ്കാവനത്തിൽ വെച്ച് ഒരു ദൈവസഭയുടെ യൂണിറ്റി ഇല്ലാതാക്കി കളഞ്ഞ് പിശാച് ആക്രമിച്ച് ഹവ്വയെ ഉപായത്തിൽ പറ്റിച്ച്, ഹല്ലേലൂയ, ആ സഭയും ആ
മുറിച്ചു കളഞ്ഞു. ദൈവസഭയുടെ ഇന്നത്തെ മൂല്യച്ഛതയും ദൈവമക്കൾക്ക് സന്തോഷമില്ലായ്മയല്ലേ, ഐക്യതയില്ലായ്മയല്ലേ, അതെല്ലാം ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവസഭയ്ക്കകത്ത് ഐക്യത കടന്നു വരട്ടെ. ദൈവദാസന്മാരിൽ ഐക്യത കടന്നു വരട്ടെ. കേരളത്തിനകത്തും പുറത്തും മലയാളികൾ എവിടെയൊക്കെ തിങ്ങിപ്പാർക്കുന്നോ, ദൈവസഭയായി ജീവിക്കുന്നോ, അവരുടെ അകത്ത് ഐക്യത വരട്ടെ. പരസ്പരം വിഘടിച്ചു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ദൈവിക ആർജവം ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഞാനും സഭയാകുന്നു, ക്രിസ്തുവിന്റെ സഭയുടെ ശരീരമാകുന്നു, അവയവമാകുന്നു. ക്രിസ്തുവാകുന്ന സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രി മനസ്സിലാക്കണം പിശാചിന്റെ തന്ത്രങ്ങളെ. ആ ഏദേൻ പൂങ്കാവനത്തിൽ വെച്ച് തകർത്തു കളഞ്ഞ സഭ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നു, തകർക്കും. പ്രൈസ് ദി ലോർഡ്. കാൽവരിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി 33 തിരുവയസ്സ് ലോകത്ത് ജീവിച്ച് 30 വർഷം അവന്റെ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ച് 3.5 വർഷം ആ ശുശ്രൂഷ നമുക്ക് ഇന്ന് 2020 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ മാറ്റു കുറയാതെ ഇന്നും വളരെ സ്ഫടിക തുല്യമായി നിൽക്കുന്നുവെങ്കിൽ ആ സഭ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായതുകൊണ്ടാണ്. ആ പരമയാഗമായ യേശു കർത്താവിനെ ഇന്ന് രാത്രി ഉയർത്തുവാൻ പറ്റുമോ? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. ഈ ഞാനും നിങ്ങളും ഇന്ന് ഈ പുതിയ നിയമസഭ യേശു കർത്താവിനെ ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയെങ്കിൽ ഞാൻ നിങ്ങളും യേശുവിനെ കാൽവരിയിൽ ഉയർത്തേണ്ടതാണ്. എന്നെയും നിന്നെയും പാപ മോചനത്തോടു കൂടി വിടുവിച്ച ആദിമ പാപത്തിൽ ആദാമ്യ പാപത്തിൽ നിറഞ്ഞു കടന്ന എന്നെയും നിങ്ങളെയും ക്രിസ്തുയേശുവിന്റെ പരമയാഗത്തിന്റെ പ്രതിഫലമായി അവന്റെ അവസാന തുള്ളി വിലാപ്പുറത്തിന്റെ രക്തവും വെള്ളവും ചീറ്റിക്കൊടുത്ത് നേടിയെടുത്തതാണ് സഭ. അത് ഒരിക്കലും ആള് കളിക്കാനുള്ളതല്ല, അത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല, അത് ഒരിക്കലും ജാതി കളിക്കാനുള്ളതല്ല, അതൊരിക്കലും വലിയവനെന്നോ പ്പെട്ടവനും പണക്കാരനും ഇടനിലക്കാരനും കറുത്തവർക്കാരനും വെള്ളക്കാരനും ഒരുമിച്ച് അധിവസിക്കുവാനുള്ളതാണ്. സ്വർഗത്തിൽ സഭയ്ക്ക് ജാതിയില്ല, സ്വർഗത്തിൽ സഭയ്ക്ക് സംഘടനയില്ല, സ്വർഗത്തിൽ സഭയ്ക്ക് നിറങ്ങളില്ല. അവിടെ ഒറ്റ കൂടാരമേ ഉള്ളൂ. ആ കൂടാരത്തിനകത്ത് പിതാപുത്ര പരിശുദ്ധാത്മാവിൽ വസിക്കുന്ന സഭയാണ് മണവാട്ടി സഭ. ആ സഭയാണ് ഇന്ന് രാത്രി പുറത്തു വരുവാൻ പോകുന്നത്. ദൈവത്തിന്റെ ശക്തമേറിയ ദൈവ സാന്നിധ്യം നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ പോകുന്നത്. 3.5 വർഷം ആ സഭ ഈ ലോകത്ത് കൂടി നടന്നു. ആ 3.5 വർഷം ചില അധികാരികൾ, മഹാപുരോഹിതന്മാർ ആ സഭയെ പേടിച്ചു. 3.5 വർഷം മരണത്തെ ജയിച്ച് പാതാളത്തെ തോൽപ്പിച്ച മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ക്ഷേമവിടെ എന്ന് ആഹ്വാനം ചെയ്ത് ഹല്ലേലൂയ ഒരു ഉറപ്പ് തന്നുകൊണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു. 22:12 വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ എന്റെ മക്കളുണ്ട്. മണവാട്ടി സഭയെ ഉയർത്തെഴുന്നേൽക്കുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നേക്കുമായി പിശാചിത അഗാധമായ ഗർത്തത്തിലേക്ക് വീഴാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, 20-ാം അധ്യായം, 21-ാം അധ്യായം, ഈ 3 അധ്യായത്തിനകത്തുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. ഇനി അധിക നാൾ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി അധിക നാൾ ഈ ലോകത്ത് നമുക്ക് വസിപ്പാൻ പറ്റത്തില്ല. യേശുവിന്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്നു. യേശുവിന്റെ സഭയെ എടുക്കുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. സമയം തക്കത്തിൽ പ്രയോഗിക്കുക, തക്ക സമയത്ത് ഉണർന്നിരിക്കുക. 5 കന്യകമാരെ പോലെ എണ്ണയുമായി കാത്തിരിക്കുന്ന ഒരു സായായി നീയും ഞാനും മാറപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ മരുഭൂമിയിലെ ദൈവസഭയിൽ നിന്നും പുറത്തു വരണം. യേശുവിന്റെ നാമത്തിൽ മരുഭൂമിയുടെ ദൈവസഭ നിനക്ക് പരാജയമല്ല, അത് വിജയം തരുന്നതാണ്. പരീക്ഷണങ്ങളെ അതിജീവിച്ച് പരീക്ഷണങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നീ പുറത്തു വരുവാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവസഭയുടെ ക്വാളിറ്റികൾ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവസഭയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ആ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്ന 7 കാര്യങ്ങൾ പറഞ്ഞ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ദൈവസഭയുടെ അംഗമായിരിക്കുന്ന നീ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം പറയുന്നു, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവനാണ് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കുന്നത്. 2:10 പറയുന്നു വെളിപ്പാട് പുസ്തകം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഞാൻ ജീവകിരീടം നിനക്ക് നൽകും. സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ
എന്നാൽ നിനക്ക് ഞാൻ ജീവകിരീടം തരും. ഹല്ലേലൂയ. ജയിക്കുന്നവന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, ദൈവസഭയുടെ ജയത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ ദൈവസഭയുടെ ക്വാളിറ്റി, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ പുതിയ പേരും കൊടുക്കുമെന്ന് പറയുന്നു. മറഞ്ഞിരിക്കുന്ന മന്നയും പുതിയ പേരും ദൈവസഭയ്ക്ക് ലഭിക്കും. നാലാമത്തെ ജയിക്കുന്ന ദൈവസഭയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. അഞ്ചാമതായി ഒരു ജയിക്കുന്ന ദൈവസഭയുടെ ക്വാളിറ്റി, ജയിക്കുന്നവന് വെള്ള ഉടുപ്പും ജീവന്റെ പുസ്തകത്തിൽ ഞാൻ പേരും ചേർക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ജയിക്കുന്നവനാണ് ദൈവസഭയുടെ ഏറ്റവും മുഖമുദ്ര. ഹല്ലേലൂയ. ആറാമതായി ഇതാ പറയുന്നു, റെവലേഷൻ 3:11 പറയുന്നു, ജയിക്കുന്നവനെ എന്റെ ആലയത്തിന്റെ തൂണാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആലയത്തിന്റെ തൂണായി ഞാനും നിങ്ങൾ മാറണമെങ്കിൽ നാം ജയിച്ചിരിക്കണം. ഏഴാമതായി അവസാനമായി പറയുന്നു, ഹല്ലേലൂയ, മരുഭൂമിയിലെ ദൈവസഭ, പുറത്തു വരുന്ന ദൈവസഭ, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും ഒരു സഭ പുറത്തു വരുമ്പോൾ ഈ 7 ജയം നിന്റെയും എന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അന്ത്യനാളിൽ ഹല്ലേലൂയ എത്ര രാജ്യത്തിൽ പ്രസംഗിച്ചതുണ്ടോ, എത്ര ദൂത് പറഞ്ഞതൊന്നും ചോദിക്കത്തില്ല, എത്ര ദൈവദാസന്മാരെ അറിയാം എന്ന് ചോദിക്കത്തില്ല, പുസ്തകം കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ പഠിച്ചുവോ, ശീലിച്ചുവോ, അത് നീ പ്രവർത്തിച്ചുവോ എന്ന് ചോദിക്കാം. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ജയിക്കുന്ന 7 കാര്യങ്ങൾ. ജയിക്കുന്നവനാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ നക്ഷത്രം, ഏറ്റവും വലിയ തിളക്കം. അതാണ് ദൈവത്തിന് ആവശ്യം. പിശാചിന് ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയാത്തത് ആ ദൈവസഭയാണ്. ജയിക്കുന്നവൻ എന്നോട് കൂടെ എന്ത് ചെയ്യും? സിംഹാസനത്തിലേക്കും. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ രാജ്യത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടട്ടെ. ജയിക്കുന്ന ഒരു ദൈവവൈതലായി, ജയിക്കുന്ന ഒരു ദൈവസഭയായി, ജയിക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറുവാൻ തയ്യാറാണോ? ജയത്തിന് മുന്നോടിയായി യേശു വരുവാൻ സമയമായി. ഇന്ന് രാത്രി നിങ്ങൾ ക്രൂശിലേക്ക് മറയണം, ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ വരണം. ആ യേശു കർത്താവിനെ കാണണം. നിങ്ങൾക്ക് വേണ്ടി ചുടുചോര ചിന്തിയ ആ യേശു കർത്താവിനെ കാണണം. നിനക്ക് യേശുവിനോട് സ്നേഹമുണ്ടോ? ആ യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരിക. ആ യേശുവിന്റെ അടുക്കലേക്ക് വരിക. ആ ക്രൂശിലേക്ക് വരിക. നിന്റെ സമാധാനമില്ലായ്മ, നിന്റെ കഷ്ടതകൾ, നിന്റെ നിന്ദകൾ, നിന്റെ പരിഹാസങ്ങൾ, നിന്റെ മരുഭൂമിയുടെ അവസ്ഥകൾ മുഴുവൻ മാറുവാൻ നീ മറ്റാരിലും ആശ്രയിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, കൈകൂപ്പി പറയുന്നു, നീ മനുഷ്യരിൽ ആശ്രയിക്കരുത്, നീ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, നീ യേശുവിൽ ആശ്രയിക്കുക, ക്രൂശിൽ ആശ്രയിക്കുക. ആ ക്രൂശ് പരാജയമല്ല, ആ ക്രൂശ് ജയമാണ്. ഹല്ലേലൂയ. 66 പുസ്തകത്തിനകത്ത് മറ്റാർക്കും നിനക്ക് ഒരു നന്മ തരുവാൻ സാധിച്ചില്ല, ഒരു വിടുതൽ തരുവാൻ സാധിച്ചില്ല. ആ ക്രൂശ് നിനക്ക് പരാജയമല്ല, ഇന്ന് രാത്രി ജയമുള്ളതാണ്. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേട്ട സകലവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ പദങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജയിക്കുന്നവരായി, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും വാടാത്ത കിരീടം, ഹല്ലേലൂയ, വിശേഷ വസ്ത്രം, ഹല്ലേലൂയ, ആ അപ്പന്റെ വീട്ടിലുള്ള ഏറ്റവും നല്ല പ്രവേശനം മുടിയനായ പുത്രൻ ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിലും ദൈവസഭയാകുന്ന എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ. സഭ ഹല്ലേലൂയ ഉണർന്നു തന്നെ നിൽക്കും, സഭ ഉയർന്നു തന്നെ നിൽക്കും. മരുഭൂമിയിലെ ദൈവസഭ ഒരിക്കലും പരാജയമല്ല. മരുഭൂമിയിലെ ദൈവസഭ ഒരിക്കലും ഒരു ചോദ്യചിഹ്നമല്ല. മരുഭൂമിയിലെ ദൈവസഭ എന്നും എപ്പോഴും എവിടെയും അത് വലിയ സന്തോഷവും സമാധാനവും ഏറ്റവും ഉണർവും തരുന്നതാണ്. ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും ഇന്ന് രാത്രി നിങ്ങൾ പുറത്തു വരുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേകം ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവമക്കൾ ഈ വചനത്തെ കേട്ടു. അടിയന്റെ വിക്കുള്ള ഈ നാവിലൂടെ ദൈവമേ, ദൈവത്തിന്റെ വചനത്തെ പറയുവാൻ ദൈവം കൃപ ഒരുക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ 12 വർഷത്തിന് മുന്നേ
തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു പാപിയായിരുന്ന എന്നെ, ഒരു മ്ലേച്ഛനായിരുന്ന എന്നെ ഇന്നേക്ക് ഹല്ലേലൂയ 12 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദൈവിക വെളിപ്പാടിലൂടെ ദൈവം എന്നെ ഹല്ലേലൂയ ഈ വചനത്തിലൂടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. എന്നെ ശ്രമിച്ച സകല പേരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും, കുടുംബങ്ങളെയും, സഭകളെയും, ഞങ്ങളോട് സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. ഈ മർമ്മം ദൈവത്തിന്റെ ശക്തമായ ഒരു വെളിപ്പാടായി വെളിപ്പെടേണ്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം ദൈവത്തിന് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പുതിയ നിയമസഭയുടെ ഉൾക്കാഴ്ചകളുമായി ഇനിയും പുതിയ കാര്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാം ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നാളെ മുതൽ ഹല്ലേലൂയ ബൈബിളിലെ 7 സ്ത്രീകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് ഞാൻ 7 സ്ത്രീകളെ കുറിച്ചുള്ള വചന പരമ്പര ദൈവദാസിമാർ ഷെയർ ചെയ്യുന്നുണ്ട്. നാളെ 8:30 മുതൽ 9:30 മണി വരെയാണ്. നിങ്ങൾ ഓരോരുത്തരും അത് കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നിങ്ങളാൽ ആകുന്ന കാര്യങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ജീസസ് ലവ്സ് യു. ഐ ലവ് യു. ഗോഡ് ബി വിത്ത് യു. ബൈ ബൈ.